ഇപ്പോൾ വാങ്ങുന്ന പൈസയേക്കാൾ 3 ഇരട്ടി പൈസ വാങ്ങി മാത്രമേ നമുക്ക് ഗണേശൻ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ബഹുമാനായ മന്ത്രി പറയുന്ന രീതിയിൽ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചിറക്കാം. നമ്മൾ ആദ്യം എച്ച് നടത്തിയ കുറ്റപ്പെട്ടെന്ന് പാർട്ടിയാണെന്ന് അറിയണ്ടേ, അറിഞ്ഞിട്ടല്ലേ നമുക്ക് തിരിച്ചൊരു റോഡ് ടെസ്റ്റ് കൊണ്ട് നടത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് തന്നെ ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തോട് സഞ്ചരിക്കുകയാണെങ്കിൽ വാഹനം ആവശ്യമില്ലേ, ഡ്രൈവറല്ലേ? ഇപ്പം ഈ ആക്സിഡന്റുകൾ എന്ത് നടക്കാത്ത മൊത്തം ആക്സിഡന്റ് നടക്കട്ടെ. അന്ന് തൊട്ട് ഈ കാലഘട്ടം വരെ നടന്നു വന്നില്ലേ, ഇപ്പൊ മാത്രം എന്തൊരു പ്രത്യേകത? പഠിപ്പിച്ചിട്ടോ ടെസ്റ്റ് നടത്തിയിട്ടോ ഇല്ല, നമുക്ക് ഒരു പൈസ കിട്ടുന്നില്ലല്ലോ. പിന്നെ നമ്മള് പട്ടിണി കഞ്ഞി അല്ലാതെ വേറെ നമുക്ക് ബിരിയാണി വെച്ച് കൂട്ടാനില്ല, സർക്കാർ ഒന്നും തന്നിട്ടില്ല. നമ്മളേലുള്ളത് അങ്ങോട്ട് മേടിക്കുന്നേ ഉള്ളൂ. റോഡിൽ ഇറങ്ങുന്ന ഒരു കുട്ടിയല്ല ആക്സിഡന്റ് ഉണ്ടാകുന്നത്, ഡ്രൈവർമാരാണ്. കാരണം ഇപ്പോൾ KSRTC വലിയ വലിയ വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അപകടം ഉണ്ടാക്കുന്നത്. ഇന്ന് ലൈസൻസ് ഇട്ട് നാളെ റോഡിൽ കൊണ്ടിറങ്ങി അപകടം ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു കുട്ടി അദ്ദേഹത്തിന് പറയാമോ? അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം തുടരുന്നു. സമരം ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ന് നമ്മൾ 5ാമത്തെ സമരത്തിലോട്ട് കിടക്കുകയാണ്. 5ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടെ സമരം. നമ്മളിപ്പം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ പെട്ടെന്ന് വന്ന കുറേ നിയമങ്ങളാണ്. ആ നിയമങ്ങളുമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ് ഇന്ന് നമ്മൾ ഈ സമരത്തിന് വേണ്ടി തയ്യാറാകേണ്ടി വന്നത്. പ്രധാനമായിട്ട് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ചെക്ക് ചെയ്ത് അതിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂവൽ ചെയ്ത് തന്നിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും 5 വർഷത്തേക്ക് ആ വണ്ടികൾ ഓക്കെയാണ്. ഒരു ഡ്രൈവിംഗ് സ്കൂൾ വണ്ടി ഓടുന്ന ഏകദേശം 30 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 40 കിലോമീറ്റർ സ്പീഡിനപ്പുറം കഴിയുന്നതും പോകാറില്ല. കാരണം വണ്ടിക്കകത്തുള്ളത് 4 കുട്ടികളാണ്, 4 അല്ലെങ്കിൽ 5 കുട്ടികളാണ് ഒരു സമയം ഒരു വണ്ടിക്കകത്ത് ഉണ്ടാവുക. അപ്പം അത്തരം വണ്ടികളെല്ലാം ഡ്രൈവിംഗ് സ്കൂൾ വണ്ടികൾ മാത്രം 15 വർഷം കഴിഞ്ഞ വണ്ടികളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാരണം ഡ്രൈവിംഗ് സ്കൂളുകാരും റിച്ച് അല്ല, അവരെല്ലാവരും ദൈനംദിന ജീവിതം അന്നന്ന് കഴിഞ്ഞു പോകുന്നവരാണ്. ഇവരെല്ലാവരും സ്വയം തൊഴിൽ കണ്ടെത്തിയവരാണ്. ഇവർ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവരുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ നടത്തി ഉപജീവനം നടത്തി ഏകദേശം 10,000-6,000-ഓളം ഡ്രൈവിംഗ് സ്കൂളുകാരും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സ്റ്റാഫുകളും ഒരു വലിയ സമൂഹം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ കുട്ടികളൊക്കെ വരുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഡ്രൈവിംഗ് അഡ്മിഷൻ എടുക്കുന്നത്. അവർ വരുന്നത് കറക്റ്റ് 30 ദിവസത്തെ ടൈമിംഗ് പ്ലാൻ ചെയ്ത് വരുന്നവരാണ്. കാരണം ഡോക്യുമെൻറ്റ്സ് റെഡിയായി കഴിഞ്ഞാൽ ലേണേഴ്സ് 3 ദിവസത്തിനകത്ത് ലേണേഴ്സ് അറ്റൻഡ് ചെയ്ത് വരുന്ന 30 ദിവസം കഴിയുമ്പോൾ ഏറിയാൽ 30 ദിവസത്തിനകത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് അവർ ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ ആ ഒരു ചാൻസ് എല്ലാം പാടെ നിഷേധിച്ചുകൊണ്ട് സ്ലോട്ട് ഗണ്യമായി വെട്ടിക്കുറച്ചപ്പോഴത്തേക്ക് സ്ലോട്ടിനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ലേണേഴ്സിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ 15 ദിവസം കഴിഞ്ഞ് മാത്രമേ സ്ലോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്ത 35 അല്ലെങ്കിൽ 40 ദിവസത്തിൽ 15 ദിവസം പോയി കിട്ടി. പിന്നെ നമുക്ക് ലേണേഴ്സ് കിട്ടിയിട്ടേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലേണേഴ്സ് കിട്ടി പഠിപ്പിക്കുമ്പം ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അവർക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അവർ മുൻകൂട്ടി വീണ്ടും ഒരു സ്ലോട്ട് കഴിഞ്ഞാൽ ടോട്ടൽ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത് 120 സ്ലോട്ടാണ് ഒരു ദിവസം ഉണ്ടായിരുന്നത്. അത് കോവിഡിൻ്റെ ടൈം എന്താ പറയുക 2 ഷിഫ്റ്റ് ആയിട്ടാണ് 60 രൂപ 120 സ്ലോട്ട് വന്നത്. ഇപ്പോൾ ആ സ്ലോട്ട് ഗണ്യമായി വെട്ടിക്കുറച്ചു. ഇപ്പോഴും വന്നത് 20-ഉം 10-ഉം 20 ഫ്രഷും 10 റീടെസ്റ്റുമായിട്ട് 30 സ്ലോട്ടുകളാണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും ഡേറ്റ് കിട്ടില്ല. ഇനി അഥവാ ഡേറ്റ് കിട്ടിയാൽ തന്നെയും കോവിഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ഡേറ്റിന് 2 ദിവസം മുമ്പ് ഓട്ടോമാറ്റിക്കായി സ്ലോട്ട് ക്യാൻസൽ ആവുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പീരീഡിനകത്ത് ലേണേഴ്സ് എടുത്ത ഒരു കുട്ടിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്ത് ലൈസൻസ് കരസ്ഥമാക്കാൻ കഴിയില്ല. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞത് ഒരു പിടികിട്ട കനിയായി മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്കൊന്നും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടില്ല. അവർ നിരന്തരം ഡ്രൈവിംഗ് സ്കൂളിൽ വിളിയാണ്, സാർ ലൈസൻസ് എന്തായി. കാരണം അവർ അഡ്വാൻസ് 45 രൂപ ഫീസ് കൂടെ അടച്ചതാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ലൈസൻസ് കിട്ടുന്നില്ല എന്ന് നമുക്ക് ആർക്കാണ് സാർ പരാതി പറയാൻ പറ്റുക? നമ്മൾ ആർടി കൊടുത്ത് ഡയറക്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പരാതി ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടൊന്നും ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല. കാരണം പബ്ലിക്കുമായിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ കുട്ടികളൊക്കെ നമ്മളോടാണ് ഡയറക്റ്റ് കാര്യങ്ങൾ ചോദിക്കുന്നത്. പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തി സർക്കാർ പുതിയ ഉത്തരവിറക്കിയെങ്കിലും ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നതിൽ നിന്നും ആകെ പിന്മാറിയത് CITU യൂണിയനുകൾ മാത്രമാണ്. ആറ്റിങ്ങലിൽ ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാമം ടെസ്റ്റ് ഗ്രൗണ്ടിൽ പട്ടിണി കഞ്ഞി വെച്ച് പ്രതിഷേധിച്ചു. പരിധിയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നിയമങ്ങൾ മാറ്റും ഞങ്ങൾ, പ്രായോഗിക പരിഷ്കാരങ്ങൾ പിൻവലിക്കുക, എതിരല്ല കൂട്ടായ്മ സർക്കാരെ കുറെ വെള്ളം ഒഴിച്ചിട്ട് എന്നെ മാത്രം തെറിച്ചു പട്ടിണിക്കാരെ അടിപൊളി ഇന്നലെ പട്ടിണി കിടന്ന് പറയണ്ടേ, സത്യം ഇന്ന് രാവിലെ ഒന്ന് കഴിച്ചു.
ഈ വേണ്ട ഇങ്ങനെ ഈ കടലിൽ കിടക്കുന്നു. എവിടെ പോയ എനിക്ക് കിട്ടി ഒത്തിരി ഒരു മുളകും ശകലം വെള്ളം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രശ്നമായിട്ടാണ്. ശരിക്കും ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രശ്നമല്ല. ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ എപ്പോഴായാലും പിള്ളേർ വരും, വണ്ടി പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അതേസമയം ഇത്രയും വലിയ ടെസ്റ്റ് വരുന്നത് വഴി ബുദ്ധിമുട്ട് വരുന്നത് ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കാണ്. കാരണം നമ്മളിപ്പോൾ വാങ്ങുന്ന പൈസയേക്കാൾ 3 ഇരട്ടി പൈസ വാങ്ങി മാത്രമേ നമുക്ക് ഗണേശൻ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ബഹുമാന്യനായ മന്ത്രി പറയുന്ന രീതിയിൽ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചിറക്കാൻ പറ്റും. 4 വീലുണ്ട്, 2 വീലറുണ്ട് ലൈസൻസ്, 3 വീലറിന് ലൈസൻസ് ഇല്ല. സാധാരണ ഒരു ഗൾഫുകാരൻ നാട്ടിൽ പോയിട്ട് നിവർത്തിയില്ലാതെ തിരിച്ചു വന്നാൽ അവൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു ഓട്ടോ എടുത്ത് ഓടിക്കും. ഈ ഓട്ടോ എടുത്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അവന് 4 വീലറിൻ്റെയും 2 വീലറിൻ്റെയും ലൈസൻസ് എടുക്കണം. ഈ ലൈസൻസ് എടുക്കാൻ ഗണേശൻ പറയുന്ന രീതിയിലാണെങ്കിൽ 10, 45, 50,000 രൂപ വേണ്ടി വരും. അതായത് ലൈസൻസ് എടുക്കാനായി ഒരു സാധാരണക്കാരൻ 50,000 രൂപ മുടക്കി ലൈസൻസ് എടുത്താൽ മാത്രമേ അവന് ഓട്ടോയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റൂ. ഇതാണ് ഈ പുതിയ നിയമം. ശരിക്കും ഈ സമരം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തുന്നത് നമുക്ക് വേണ്ടിയല്ല, ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. സുപ്രധാന ഒരു പ്രശ്നത്തിലാണ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം ഉള്ളത്. ഇപ്പോഴും ഈ പറയുന്ന ഈ രീതിയിൽ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഡുവൽ കൺട്രോൾ ഇല്ലാത്ത വണ്ടിയും പിന്നെ ഇത്രയും ക്ലാസ്സുകൾ കൂട്ടിയുള്ള പഠിത്തത്തിനും കൂടുതൽ പൈസ വാങ്ങിച്ച് നമുക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾ മുന്നോട്ട് പോകണം. പക്ഷേ ഇത് നമ്മുടെ ഒരു പ്രശ്നമല്ല, കൂടുതലും ഇത് ജനങ്ങളാണ് ഇതിൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്. പുത്തൻ പരിഷ്കാരങ്ങളിൽ എതിർക്കാനും അനുകൂലിക്കാനുമില്ലെന്നാണ് CITU നിലപാട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ത് നിലപാട് സ്വീകരിക്കുന്നുവോ അതുമായി സഹകരിക്കാനും യൂണിയൻ തയ്യാറെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ടെസ്റ്റ് വാഹനത്തിൽ ഇരട്ട ക്ലച്ചും ബ്രേക്കും പാടില്ല എന്ന പുതിയ നിർദ്ദേശത്തിനെയും റോഡ് ടെസ്റ്റ് ടെസ്റ്റിന് മുമ്പേ നടത്തുന്ന നിർദ്ദേശങ്ങൾക്കെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇപ്പം പുതിയൊരു ഓർഡർ വന്നിരിക്കുന്നു, ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാത്ത വണ്ടികൾ വേണം ഡ്രൈവിംഗ് ടെസ്റ്റ്, റോഡ് ടെസ്റ്റ് നടത്താനെന്ന്. നമുക്ക് പഠിപ്പിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ആ ഉദ്യോഗസ്ഥർ ഏത് മാനദണ്ഡത്തിൽ അവർ കയറിയ വണ്ടിയിലിരിക്കും? അങ്ങനെ അത്രത്തോളം പ്രാപ്തമായ ഒരു കുട്ടി ടെസ്റ്റിന് കയറണമെങ്കിൽ വർഷങ്ങളോളം വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ആവണം. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഒരു നിയമങ്ങളുണ്ട്, ഒരു വിദ്യാർത്ഥി ഒരിക്കലും നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ വരത്തില്ല. അവർക്ക് വർഷങ്ങളോളം ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ റോഡിൽ ഡബിൾ ക്ലച്ച് ബ്രേക്ക് ഇല്ലാത്ത വണ്ടികളിൽ ഉദ്യോഗസ്ഥർ എന്ത് മാനദണ്ഡത്തിലാണ് കയറിയിരിക്കുന്നതെന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ജീവന് വിലയൊന്നുമില്ലേ? നമ്മൾ ആദ്യം നടത്തിയ കുട്ടി എത്രത്തോളം പ്രാപ്തിയാണെന്ന് അറിയണ്ടേ? അറിഞ്ഞിട്ടല്ലേ നമുക്ക് തിരിച്ചൊരു റോഡ് ടെസ്റ്റ് കൊണ്ട് നടത്താൻ പറ്റുള്ളൂ. ഇതൊന്നും ഇല്ലാതെ നേരെ റോഡിലോട്ട് കൊണ്ടിറങ്ങിയാൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത്രയും പറയുന്ന രീതിക്ക് റോഡ് ടെസ്റ്റ് എടുത്താൽ പിന്നെ ന്റെ ആവശ്യം ഇല്ലല്ലോ. പിന്നെ എന്നുള്ള കടമ്പ എന്തിനാണ്? യഥാസമയം ലൈസൻസ്, RC ബുക്ക് എന്നിവ വിതരണം നടത്താത്തതിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസത്തോളമായി, ഇതുവരെ കുട്ടികളുടെ ലൈസൻസ് പോലും കിട്ടില്ല. ഈ കുട്ടികൾ എങ്ങനെ വണ്ടി റോഡിൽ കൊണ്ടിറങ്ങുമെന്നാണ് പറയണേ? ഇവരെന്തോ ചെയ്യും? ഈ ലൈസൻസും RC ബുക്കും ഒന്നും കിട്ടാറില്ല. ഞങ്ങളിത് എന്തോ ചെയ്യണം? ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്. ഇത് ഇങ്ങനെ തടസ്സപ്പെടുത്തി കൊണ്ടുപോയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളെപ്പോലെ സാധാരണ ഒരുപാട് പെണ്ണുങ്ങൾ ജീവിക്കുന്നുണ്ട്. ഈ ഒരു വരുമാന മാർഗം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെന്തോ ചെയ്യും? ഇങ്ങനെ ഒരു അവസ്ഥയിലായാൽ എന്തോ ചെയ്യാനാണ്? ഇവിടെ ആറ്റിങ്ങൽ ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ 58 സ്കൂളുകാരുണ്ട്. അതിൽ കൂടുതലും വനിതകളാണ്. വനിതകളെന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം ഒന്നും ഇല്ലാത്തവരാണ്. കൂടുതലും അസുഖക്കാരും സുഖമില്ലാത്തവരും ഒരുപാട് വനിതകളാണ് ഇതിൽ നിൽക്കുന്നത്. നമ്മളെ ഉപജീവന മാർഗം ഇപ്പം 5ാം ദിവസമായിട്ട് നീണ്ടു നിൽക്കുകയാണ്. അതിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പുതിയ വണ്ടി എടുക്കണമെങ്കിൽ നമ്മളെ പഴയ വണ്ടി വിറ്റാലേ പുതിയ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. പഴയ വണ്ടിയുടെ RC ബുക്ക് കിട്ടിയാലേ, റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയുടെ RC ബുക്ക് കിട്ടിയാലേ വിറ്റിട്ട് നമുക്ക് പുതിയ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ നിലവിൽ അനുവദിച്ച ഇളവുകൾ വെച്ച് ഡ്രൈവിംഗ് ടെസ്റ്റുമായി മുന്നോട്ടു പോകാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ
വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.